ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ വന്ന്, ആരാണവൻ? പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രാരംഭ ധ്യാനത്തിലും ഞാനെല്ലാം പ്രസംഗിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവും. അതിനാണ് പാപബോധവും പശ്ചാത്താപവും ഇതൊക്കെ നമ്മൾ പാടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനെ കുറേയും കൂടി ആഴമായിട്ട് ചിന്തിക്കണമെന്നാണ് ഈ കാറ്റഗീസത്തിലെല്ലാം പറയുന്നത്. ഈശോ അവിടെ പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞതിന് പല മാനം ഉണ്ട്. 1, 2, 3 അങ്ങനെ പല മാനം. തീർച്ചയായിട്ടും നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരു വശം, മറ്റേ മൈക്കൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാമോ? ഈ മൈക്കും ഓഫ് ചെയ്ത് വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ. ഓക്കെ, ഇപ്പോൾ ക്ലിയറായി. ശ്രദ്ധിക്കണേ, ഒരു വലിയ ഉൾക്കാഴ്ചയാണ് പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഉത്ഭവം എവിടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെന്ത് വെളിപ്പെടുത്തി തരും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. ഉണ്ടോ? പാപത്തെക്കുറിച്ച് എന്നതിന് പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതാണ് ആദ്യം പഠിക്കേണ്ടത്. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. കാറ്റഗീസത്തിൽ ഉത്ഭവഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ക്രിസ്തു പാപത്തിൻ്റെ മേൽ വിജയം പ്രാപിച്ചതിന് ശേഷമേ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉത്ഭവം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമത്തിൽ ഈശോയുടെ പ്രഘോഷണ കാലഘട്ടത്തിൽ ഈശോ പതുക്കനെ ഒന്ന് തൊട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർക്കും അത് മനസ്സിലാവരുതെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ. അവൻ ഉപമകളിലൂടെ സംസാരിച്ചു. എന്തിനാ? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടി അവൻ ഉപമകളിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഉപമയാണ്, ഉത്ഭവഭാവത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു ഉപമ ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഫരിസേയരും നിയമജ്ഞരും പാപികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഠിനമായി കർക്കശമായി ശിക്ഷിക്കുന്ന അവസ്ഥയിൽ ഈശോ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഇന്നും നമുക്കറിഞ്ഞൂടാ എന്തിനാണ് ഈശോ അണലി സന്തതികളെന്ന് വിളിച്ചത്. നമ്മൾ പറയും ഈശോ ഭയങ്കര കരുണയാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഈശോ അവരോട് എങ്ങനെയാണ് പറഞ്ഞത്? ഈശോ കരുണ തന്നെയാണ്. പ്രശ്നം ഭാഷയുടെ അർത്ഥവ്യത്യാസം കൊണ്ടാണ്. നമ്മുടെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയിൽ അണലി സന്തതി എന്ന് പറയുമ്പോൾ എന്തോ ഒരു എങ്ങനെ അത്ര നല്ല അർത്ഥത്തിലല്ല, ഇല്ലേ? കുറച്ച് വിഷം കലർന്ന. ഇതങ്ങനെ ഓരോ അവസരങ്ങളാണല്ലോ നമ്മളെ പഠിപ്പിക്കണത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരുപാട് അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്നുണ്ട്. ആ ഇടയ്ക്ക് ഒരു വർഷം മുഴുവനും ഓരോ രൂപതകളിലെയും അച്ഛന്മാരെ ധ്യാനമായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്നുള്ളതിന് മലയാളം എന്താണാവും? തൂത്തുക്കുടി രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ
പോയി. ധ്യാനം വേളാങ്കണ്ണിയിൽ വെച്ചായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിതാവിൻ്റെ ഒരു പ്ലാനായിരുന്നു. ഈ അച്ഛന്മാരെല്ലാവരെയും 2 വലിയ വണ്ടിയിൽ കയറ്റി ആ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. അവിടെ വെച്ച് ധ്യാനിക്കുകയാണെങ്കിൽ അവർ വേറെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമല്ലോ, ധ്യാനം ശരിയാവില്ല എന്ന് വെച്ചുകൊണ്ട്. നല്ല ആശയമല്ലേ? വേളാങ്കണ്ണിയിൽ ഒരു നല്ല ധ്യാന കേന്ദ്രമുണ്ട്. വേളാങ്കണ്ണിയിൽ അവിടെ വെച്ചായിരുന്നു ധ്യാനം. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി. നമ്മളൊരു വേളാങ്കണ്ണിയിൽ പോയി സുഖമായിട്ട് അവിടെ താമസിച്ച് അവിടെ ധ്യാനിപ്പിക്കാം, മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ. എനിവേ, ടു കട്ട് ഷോർട്ട്, അന്ന് കുർബാനയെല്ലാം തമിഴിലായിരുന്നു. തമിഴിൽ അച്ഛൻ വചനം വായിക്കുകയാണ്. അന്നത്തെ വചനം ഇതായിരുന്നു. കേട്ടോട്ടോ, തമിഴിലാണ് പറയാൻ പോണേ. നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഈ തമിഴ്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും. മനസ്സിലായോ ഇല്ലയോ? ഇത് കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ലേ? ഇതിപ്പോൾ ഇത് മലയാളത്തിൽ ഇങ്ങനെ തന്നെ എഴുതി അയച്ചു വല്ല കുഴപ്പമുണ്ടാവും? ശരിക്ക് കൃത്യം മലയാളത്തിലും ഇത് ട്രാൻസ്ലേഷൻ തന്നെയല്ലേ? അണലി പാമ്പിൻ കുഞ്ഞുങ്ങളെന്നോ പൈതങ്ങളെന്നോ. അതിലന്ന് വായിച്ചത് ഇങ്ങനെയാ: അണലി പാമ്പിൻ പൈതങ്ങളെ നിങ്ങളെ എപ്പടി നന്മ ചെയ്യ മുടിയും. ഞാനങ്ങ് എനിക്ക് ആ കുർബാന ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ വീക്ഷണം, നമ്മുടെ ബോധ്യങ്ങളെല്ലാം കംപ്ലീറ്റ് തലകീഴ്മറിച്ചു. അതുകൊണ്ടാണ് അച്ഛന്മാരധികവും മൂലഗ്രന്ഥം പഠിക്കാൻ പോകുന്നത്. ഗ്രീക്ക്, ലാറ്റിൻ, ഹീബ്രു എല്ലാം പഠിക്കുന്നത്. പിന്നീട് ഞാൻ ബൈബിൾ കമൻട്രികൾ എടുത്തിട്ട് ഈ വചനത്തെക്കുറിച്ചൊരു ഗവേഷണം നടത്തി. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു ഫ്രേസാണ്, ഒരു ഫ്രേസ്. നമ്മുടെ നാട്ടുഭാഷകളിൽ ചില ഫ്രേസുകളുണ്ടല്ലോ. എന്നമാതിരി ഒരു ഫ്രേസാണ് അണലി സന്തതി, അണലിക്കുഞ്ഞുങ്ങൾ. അണലിക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ കുഞ്ഞുങ്ങളെന്ന് കൂടി ഒരർത്ഥം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശോ ഇത് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം, ഈ പാമ്പും കുഞ്ഞിൻ്റെ ഉള്ളിൽ വിഷം വന്നത് എന്തുകൊണ്ട്? ആ കുഞ്ഞിൻ്റെ കുറ്റമാണോ? ബ്രദറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പാപം ചെയ്യാൻ ലൈസൻസ് ഔട്ടാ. അല്ലേ? ചേട്ടൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ആളുകൾക്ക് പാപം ചെയ്യാൻ ലൈസൻസ് ആവുന്നൊരു പേടി. ഏതാ ഇപ്പം ഞാൻ പറഞ്ഞത്? പാമ്പിൻ കുഞ്ഞിൻ്റെ അകത്ത് വിഷം വന്നത് ആ കുഞ്ഞിൻ്റെ കുറ്റമാണോ? കുഞ്ഞിൻ്റെ കുറ്റമാണോ? അല്ല. അതെങ്ങനെ വന്നു? അത് പൈതൃകമായിട്ട് വരുന്നു എന്ന പോലെയാണ്. അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഫരിസേയരായാലും നിയമജ്ഞരായാലും ഏത് മനുഷ്യരായാലും എല്ലാവരിലും ഉത്ഭവപാപം ഉള്ളത് കൊണ്ടല്ലേ അവർ പാപം ചെയ്യുന്നത്. എന്തു പറയണം അമ്മച്ചി? അത് ശരിയാണോ അല്ലയോ? ഇത് നമ്മൾക്ക് വെളിവുണ്ടാകണം. നമ്മുടെ ചില കുട്ടികൾ തന്നെ ചില നേരത്ത് അവർ മാലാഖമാരുടെ മാതിരിയാണ് ഇല്ലേ? ചില നേരത്ത് അവരുടെ സ്വഭാവം കണ്ട തലയിലേക്ക് ചെണ്ട് ദൈവമേ ഇവൻ ഒന്നും പറയേണ്ട. നമ്മൾ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ആ സമയത്തൊക്കെ ചിന്തിക്കുന്നത് ഇതാണ്. കണ്ടോ, ഇതാണ് ശരിക്കും ആ ഉത്ഭവപാപം മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞവരിലും ഒരല്പം നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഉത്ഭവപാപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ബൈബിളിൽ പഴയ നിയമത്തിൽ അധികം ഇല്ല. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള വെളിപാട് ലോകം മുഴുവനിലും തുറന്നിട്ടുള്ളൂ. അതിൻ്റെ ഈ അർത്ഥത്തിലാണ് പാപത്തെ കീഴടക്കി കഴിഞ്ഞതിന് ശേഷമാണ്
ഈ പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വെളിപാട് കിട്ടിയിരിക്കുന്നത്. ആരാണ് പാപത്തെ കീഴടക്കിയത്? യേശുവാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാവും. പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലായാലേ അതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉന്മൂലനം ചെയ്യാൻ ഈ വാക്കുകളൊക്കെ കുർബാനയിൽ ഉള്ള വാക്കുകളാണ്. ഉന്മൂലനം. ഈശോ മിശിഹായിലൂടെ പാപത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തൻ്റെ രക്തം ഒഴുക്കി മനുഷ്യവംശത്തിൽ നിന്നും മുഴുവനും ഇത് ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഈ രക്ഷാകര പദ്ധതിയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനം. ആ പ്രവർത്തനത്തെ നമ്മൾ പഠിക്കുമ്പോൾ അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിനക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. ആ ബോധ്യത്തിൻ്റെ ആദ്യ ഭാഗം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും എന്തുകൊണ്ടതുണ്ടായി, എന്തിനുണ്ടായി, എങ്ങനെയുണ്ടായി, എവിടെയുണ്ടായി എന്നൊന്ന്. ഇനി അതിനെ എങ്ങനെ കീഴടക്കപ്പെട്ടു, അതാണ് അടുത്ത് പറയുന്നത്. എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചെന്ന്. ഇപ്പോൾ ഫരിസേയരും നിയമജ്ഞരോടുമാണ് ഈ പറയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ കിടന്ന് മരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ പാപത്തിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയാണോ? എങ്ങനെ? അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ രോഗമാണ്. പറഞ്ഞായിരുന്നോ? നിങ്ങളോട് മാത്രമായിട്ടാണ് പറഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ രോഗമാണ്, ഡോക്ടർ മനസ്സിലാക്കി. പക്ഷെ ഇയാളോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഇയാൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല. കൊടുത്ത മരുന്ന് ശരിക്കും കഴിച്ചില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ രോഗം കൂടി. ഇപ്പോൾ ഡോക്ടർ എന്താ പറയണേ? നീ ചാവുള്ളൂ. നീ എങ്ങനെയല്ലെങ്കിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ. ഞാൻ ചാവുന്നോ? ഡോക്ടർ എന്താ പറയുക? ഞാൻ ചാവുന്നോ? ഡോക്ടർ ഇങ്ങനെ എന്നോട് പറയരുത്, ഞാൻ ചാവുന്നു. നീ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും. ഇതിൻ്റെ അർത്ഥം അവൻ ചാവുന്നാണോ? ഇതിൻ്റെ അർത്ഥം മരുന്ന് കഴിക്കാൻ അയാളെ പ്രചോദിപ്പിക്കാനുള്ള ഒരു ബുദ്ധിയാണത്, ഒരു ജ്ഞാനമാണ്. എന്ന പോലെയാണ് ഒരുപാട് സ്ഥലത്തിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ ഇങ്ങനെ പോകുകയാണെങ്കിൽ നരകത്തിലെറിയും നിന്നെ. നരകത്തിലെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അവിടെ ചാവാത്ത പുഴുണ്ട്, അവിടെ അടങ്ങാത്ത തീയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം പറയണതിൻ്റെ അർത്ഥം നിങ്ങളെ നരകത്തിലിടാനാണോ? ഇന്നത്തെ സീറോ മലബാർ വായന ഇതായിരുന്നു. 1 തിമത്തി 2-ാം അധ്യായം 3-4 കണ്ടോ? 1, 2, 3, 4 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഈ വചനമൊക്കെ ഓർക്കണേ. 1, 2, 3, 4. 1 തിമത്തി 2-ാം അധ്യായം 3, 4 വചനം. 4, 5, 6. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. തുടർന്ന് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. തുടർന്ന് വായിച്ചു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നമ്മൾ മനസ്സിലാക്കിയല്ലോ, മോചനമൂല്യം. എല്ലാവർക്കും വേണ്ടി മോചനമൂല്യമായി നൽകിയ ആ യേശു ഈ ഉത്ഭവപാപത്തിൽ നിന്നും ആ ഉത്ഭവപാപത്തിൻ്റെ പരിണത ഫലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യവംശത്തെ മുഴുവനും വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇത് വിശ്വസിക്കുന്നുവോ? വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുവോ?
യേശു ഇനി വീണ്ടും വന്ന് കുരിശിൽ മരിക്കണോ? അതാണ് യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ വിശ്വസിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോഴൊക്കെ നമ്മുടെ ആത്മാവിങ്ങനെ വികസിക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ ആ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ കൃപയുടെ കരുത്തും ഇങ്ങനെ നിറയുകയാണ്. വാസ്തവത്തിൽ എനിക്ക് ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് കാറ്റക്കിസത്തിൽ പഠിച്ചപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കുറ്റമല്ല. എന്തുകൊണ്ടാണ്? അണലിപ്പാമ്പിൻ കുഞ്ഞിൻ്റെ കുറ്റമാണോ കുഞ്ഞിൻ്റെ അകത്ത് വിഷം വന്നത്? ഇത് ശരിക്കൊന്നും മനസ്സിലാക്കുക നമ്മൾ. ഇപ്പോൾ ആ വചനത്തെ വേറെ വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈശോ ഫരിസേയരോട് ദേഷ്യപ്പെട്ടതായിട്ട്, ഈശോയ്ക്ക് ദേഷ്യമേ ഇല്ല, ഈശോ കരുണ മാത്രമാണ്. നമ്മളെവിടെയെങ്കിലും ഈശോ ദേഷ്യപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വചനത്തെക്കുറിച്ച് വീണ്ടും പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ഭാഷയിൽ വേറെ വാക്കില്ലാത്തത് കൊണ്ട് ഈ വാക്ക് വെച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ ഇതിൽ വേറെ വാക്കില്ലാഞ്ഞിട്ടാണോ? ഇപ്പോൾ POC ബൈബിള് വീണ്ടും വീണ്ടും അതിൻ്റെ തർജ്ജിമ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തർജ്ജിമ ചെയ്യുന്ന അച്ഛന്മാരൊക്കെ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പെട്ടെന്ന് അത് മാറ്റില്ലായിരിക്കും. കാരണം അതിൻ്റെ മൂലകൃതിയിൽ ആ സന്തതി എന്നുള്ള വാക്ക് കിടക്കുമ്പോൾ ആ സന്തതി തന്നെ ഇവിടെ വരും. പക്ഷേ നമ്മളുടെ നാട്ടു നടപ്പിൽ സന്തതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നല്ല അർത്ഥമാണെങ്കിലും അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ അത്രയും നല്ല അർത്ഥത്തിലല്ല മനസ്സിലാക്കണം. സന്തതി എന്നുള്ള വാക്ക്, എടാ സന്തതി, ഇങ്ങനെ നമ്മൾ പറയണം. സന്തതി എന്ന് പറഞ്ഞാൽ മക്കൾ, പൈതൃകമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പം നമ്മളെല്ലാം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് പരിശുദ്ധാത്മാവ് എന്ത് കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള ഈശോയുടെ തന്നെ ഒരു പ്രബോധനമാണ് ഈ വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. അണലിപ്പാമ്പിൻ പൈതങ്ങളെ, നിങ്ങൾ എപ്പടി നന്മ ചെയ്യാൻ മുടി, നിങ്ങൾ എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിഷം പരമ്പരയായിട്ട് ആദവും ഹവ്വയും ചെയ്ത പാപം മൂലമുള്ള വിഷം മനുഷ്യവംശത്തിൽ നിലനിൽക്കെ അവർക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ഞാനാണ് പാമ്പാട്ടി. പാമ്പാട്ടി എന്നല്ലേ പറയണേ? പാമ്പാട്ടി വന്നിട്ട് എന്ത് ചെയ്യും? ഈ വിഷസഞ്ചി എടുത്ത് മാറ്റും. വിഷസഞ്ചി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പിനെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് നടക്കണല്ലേ. വിഷസഞ്ചി എടുത്ത് മാറ്റിയാൽ പിന്നെ ആ പാമ്പിനെ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അതാണ് ദാവീദ് രാജാവ് വരെ പ്രാർത്ഥിച്ചത്. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഈ ഹൃദയമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ ഹൃദയത്തിൽ മലിനത ഞാൻ എന്ത് ചെയ്തിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു? നിർമ്മലമായൊരു ഹൃദയമെന്നിൽ. അങ്ങനെയല്ലേ? കണ്ടോ? എന്ത് ചെയ്യണമെന്ന്? ഹൃദയം എന്ത് ചെയ്യണമെന്ന്? നിർമ്മിക്കുക, അല്ലെങ്കിൽ സൃഷ്ടിക്കുക. കൃത്യം വാക്ക് എന്താണ്? സൃഷ്ടിക്കുക എന്നാണ്. അപ്പോൾ ഇപ്പം സൃഷ്ടിച്ചേക്കണ ഹൃദയം എന്തു ചെയ്യും? മനസ്സിലായോ? സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നത് ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിൻ്റെ അർത്ഥം, കർത്താവേ, എൻ്റെ ഈ ഹൃദയത്തെ പുനരുദ്ധരിക്കണമെങ്കിൽ, പുനരുദ്ധരിച്ചാലും ശരിയാവുമെന്ന് തോന്നണില്ല. ഇതിനെ പുതിയ ഒരു സൃഷ്ടി ആക്കിയാൽ മാത്രമേ എൻ്റെ അകത്തുനിന്ന് വിശുദ്ധി ഉണ്ടാകുള്ളൂ. ഞാൻ ഇത്രയും അഭിഷേകമുള്ള രാജാവാണെന്ന് പറഞ്ഞിട്ട് ആ ബാൽക്കണിയിൽ നിന്നൊരു പെണ്ണിനെ കണ്ടതോടുകൂടി എൻ്റെ സകല അഭിഷേകവും പോയി. ശരിയോ ഇല്ലയോ? നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ട്രാക്ക് പിന്നെ
അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഉത്ഭവഭാവത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ദാവീദ് തിന്മ ചെയ്തത്? എന്തുകൊണ്ടാണ് ദാവീദ് തിന്മ ചെയ്തത്? നിങ്ങൾ ഇത്രയും നേരമായിട്ടൊരു ചോദ്യം വന്നില്ല. ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് ഞാനിങ്ങനെ പറയുകയും സോളമൻ്റെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഈ സോളമന് ഇത്രയും ജ്ഞാനമുണ്ടായിട്ടും അയാൾ എന്തുകൊണ്ടാണ് ഇത്രയും പാപം ചെയ്തത്? സോളമന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 700 ഭാര്യമാരുണ്ടായിരുന്നു. മാത്രമോ? പിന്നെ ബാക്കിയോ? 300 ഉപഭാര്യമാരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ പേജൊക്കെ ചോറും പറ്റി വെച്ച് ഒട്ടിച്ച് വെച്ചേക്കായിരുന്നു. അപ്പൻ ഇതൊന്നും പിള്ളേർ വായിക്കേണ്ടെന്ന് ഉദ്ദേശിച്ച് ഞങ്ങളത് കണ്ടുപിടിച്ച് ചോറും പറ്റി ഒട്ടിച്ച് വെച്ച് നമ്മൾ പിള്ളേർ വായിക്കേണ്ടെന്ന് വെച്ചു. അപ്പോൾ പിള്ളേർക്ക് സംശയം, ഇതെന്ത് ഈ പേജ് ഒട്ടിച്ച് വെച്ചേക്കണേ? കണ്ടോ, നമ്മൾ പിള്ളേരുടെ അടുക്കെന്ന് മറച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ആ പേജ് ഒട്ടിച്ച് വെച്ച കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചതിനകത്ത് എന്തോ കാര്യമുണ്ടാവും എന്നും പറഞ്ഞ് അത് പൊളിച്ചെടുത്ത് മുഴുവനും വായിച്ചിട്ട് വീണ്ടും ഞാൻ ഒട്ടിച്ച് വെച്ചു. അപ്പോഴാണ് മനസ്സിലായത്, എടാ സോളമന് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരുമാരുണ്ടായിരുന്നു. എന്താ? എനിവേ, നമ്മൾ അത്രയും ഇതിലേക്ക് പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഒരു വിഷയം, ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്രയും ജ്ഞാനമുണ്ടായിട്ടും ഇയാൾ ഇതുപോലെ തിന്മ ചെയ്തു? അതിന് നിങ്ങളൊരു ഉത്തരം പറയാമോ? ജോയി മിണ്ടരുത്. ദാവീദ് പാപം ചെയ്തുകൊണ്ടാണ്. അതെല്ലാവരും ഉണ്ടല്ലോ, അതെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അറിഞ്ഞൂടെ ഇത് പാപമാണെന്ന്. പിന്നെ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തേ? ഇതാണല്ലോ നമ്മുടെയൊക്കെ ഇവിടുത്തെ ചോദ്യം. നിനക്ക് അറിഞ്ഞൂടെ ഇത് പാപമാണെന്ന്? ദൈവം പാപങ്ങളെ ക്ഷമിക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ വാസ്തവത്തിൽ സാവധാനം പാപത്തിൽ നിന്ന് അയാൾ വിട്ടു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ശരിയായ ഉത്തരം ഇതാണ്, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. ആരാണത്? എന്താണത്? കർത്താവ് യേശു മിശിഹ. മനുഷ്യൻ്റെ പ്രവൃത്തിയോ അവൻ്റെ ഇച്ഛയോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈ ദയയും കരുണയും യേശുക്രിസ്തുവിലൂടെ മാത്രമേ വെളിവാക്കപ്പെട്ടിട്ടുള്ളൂ. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഒരുവൻ്റെ പാപത്തിന് പരിഹാരമുള്ളൂ. അന്ന് യേശുക്രിസ്തു വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് മോശയുടെ നിയമത്തിൽ നിയമം ഒരു കാവലായിരുന്നു എന്ന് പറഞ്ഞത്. വ്യഭിചാരിണികളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞത് അല്ലാത്ത അവസ്ഥയെക്കാളും നല്ലൊരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരിണിക്ക് ആ പാപത്തിൽ നിന്ന് അവൾക്ക് സ്വയം വിടുതലില്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമേ അവൾക്ക് വിടുതലുള്ളൂ. അപ്പോൾ അങ്ങനെ വിടുതലില്ലാത്ത അവസരത്തിൽ, വിമോചനം ഇല്ലാത്ത അവസരത്തിൽ അവരിൽ നിന്നുള്ള ഈ പാപം ഇങ്ങനെ പ്രൊലിഫറേഷൻ ഓഫ് സിൻ എന്ന് പറയും. പാപം ഇങ്ങനെ കാട്ടുതീ പോലെ കത്തിപ്പടരും. ആ പ്രദേശം മുഴുവനും ആളുകളിൽ ഈ പാപം പടരാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ നല്ലത്? അവളെ അങ്ങ് കൊന്നുകളയുക. അപ്പോൾ പിന്നെ ആ പാപം തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. എന്നുവരെ യേശു വരുന്നത് വരെ.
ഇതെല്ലാം ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയണതാണ്. ഇനി നമുക്ക് ഉത്ഭവഭാവത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഒരു ദിവസം വായിച്ചു ഇല്ലേ? 412 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാതിരുന്നത്. വായിച്ച് 412. എന്നാൽ എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ്, എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലേയോ പറയുന്നു, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. കണ്ടിന്യൂ. വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. ഇപ്പൊ നോഹയ്ക്ക് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ? അബ്രാഹത്തിൽ ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ? എലീഷ യേശയ്യായിലൊക്കെ ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉത്ഭവഭാവം മാറിയത് യേശുക്രിസ്തുവിലൂടെയാണ്. പക്ഷേ ഈ അവസ്ഥയിലും ദൈവാനുഗ്രഹം വരുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അതാണ് അബ്രാഹാം നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. നിന്നെ അനുഗ്രഹമാക്കും എന്ന് പറയുമ്പോൾ അവനിലുള്ള പാപമാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം. അവൻ്റെ ജീവിതം ഉത്കൃഷ്ടം. അപ്പോൾ എന്തിനാണ് ഇവിടെ ശക്തി കൂടുതൽ? പാപത്തിനാണോ കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ? ഒന്ന് കൈവീശി കാണിച്ചേ. നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ട് വെക്കേണ്ട സമയമായിട്ടോ അമ്മച്ചിമാരെ? ഇന്ന് ചോറില്ല. ഇത് ഞങ്ങൾ വീട്ടുകാര്യം പറഞ്ഞതാണ്, മനസ്സിലായോ? നമ്മൾ വീട്ടിൽ ചോറ് വെക്കേണ്ട സമയമായല്ലോ, ഇന്ന് ചോറില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ഇനിയും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടു. അടുത്ത വചനം ഇതാണ്, ദൈവം തിന്മ അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇതൊന്നുകൂടി വായിച്ചേ. ഇത് നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചത്, അല്ലെങ്കിൽ ഉച്ചത്തിലൊന്ന് പ്രഘോഷിച്ച്. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു. വായിച്ചോളൂ. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലുമുപരിയായി വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ബാക്കി നമ്മൾ കേട്ടതാണ്. ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര വലിയ രക്ഷകനെ അങ്ങനെ. അപ്പോൾ നമ്മൾ ആ പൂർവ്വ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞായിരുന്നില്ലേ? തിന്മ ഉണ്ടായത് ദൈവം അനുവദിക്കാതെ ഒരു തിന്മയും നടക്കില്ല. നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം, തിന്മ കാണുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് അത് അവൻ്റെ കുറ്റമാണെന്നാണ്. തിന്മ അവൻ്റെ കുറ്റമല്ല. തിന്മ അവനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവനത് ചെയ്യുന്നത്. ഒന്ന് കൈവീശി കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. തിന്മ അവനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവനത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 19 മുതലുള്ള വചനത്തിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? നന്മ ഇച്ഛിക്കുന്ന ഞാൻ ചെയ്തു പോകുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ്. ഇത് പൗലോസ് ഒരു പ്രബോധന രൂപത്തിലല്ല പറയുന്നത്, ഒരു സാക്ഷി രൂപത്തിലാണ് പറയണത്. ഏ മേരാ അനുഭവ് ഹേ, അങ്ങനെയാണ് അത് ഹിന്ദിയിൽ പറയണത്. ഏ മേരാ അനുഭവ് ഹേ, മൈ ജബ് भलाई करना चाहता हूँ परंतु कर डालता हूँ बुराई जो मैं नहीं करना चाहता हूँ.
अगर मैं जो करता हूँ जो मैं नहीं करना चाहता हूँ तो कर्तृ मैं नहीं हूँ, कर्तृ मुझ में निवास करने वाला पाप है. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കാമെന്ന് വിധിച്ചിട്ടുണ്ട്. ഇതാരും പറയാറില്ല. ഈ വചന പ്രഘോഷണ മേഖലകളിൽ കേൾക്കാറുണ്ടോ? ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറയും. ഞാൻ ഇച്ഛിക്കുന്ന നന്മ. ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ നമ്മളൊരു നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രാവിലെ കുർബാനയും ഇതെല്ലാം കഴിഞ്ഞ് കുമ്പസാരവും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന വഴി നോക്കുമ്പോൾ എന്താ, അങ്ങേര് അവിടെ ചായയും കുടിച്ചിരുന്നിട്ട് ആ ചായയുടെ കപ്പ് ആ ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. ഈ ചായയുടെ കപ്പ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വയ്ക്കാൻ എന്താ നിങ്ങളുടെ കൈക്ക് പറ്റൂലേ? അത് അവിടെ തന്നെ വെച്ച് ആ പിള്ളേർ വന്ന് അതവിടെ മറിച്ചിട്ട് ആ ടേബിളൊക്കെ വൃത്തികേടാക്കി. ഞാനിതെന്നും കഴുകി തുടച്ച് വയ്ക്കലാണ്. അപ്പോൾ കൊച്ച് പേരക്കിടാവ് വന്നിട്ട് പറയാണ്, അമ്മ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാണെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകാത്തവരാണല്ലോ അതിൽ നല്ലത്. മതിയായി പൊടി കൊടുത്തു രണ്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കർത്താവേ ഇനി മേലിൽ ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ ആളായിട്ട് പറഞ്ഞ് കുമ്പസാരിച്ചതാ. എന്നിട്ട് കണ്ടു, ഇപ്പോൾ ദേഷ്യപ്പെടാൻ ഉദ്ദേശിച്ചിട്ടാണോ വന്നത്? നമ്മൾ പള്ളിയിലെ കുർബാനയുടെ നേരത്ത് 100 പ്രാവശ്യം പശ്ചാത്തലം, ഇനി മേലിൽ ദേഷ്യപ്പെടില്ല കർത്താവ്, ഇനി ദേഷ്യപ്പെടില്ല. കുമ്പസാരിക്കണ നേരത്തും ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞ് കുമ്പസാരിച്ച് ഇനി ദേഷ്യപ്പെടില്ല. വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് പൊരിഞ്ഞ ദേഷ്യം ഒരടിയും കൊടുത്തു കൊച്ചിനൊരടി കിട്ടിയ വഴി അത് കിടന്ന് ഭയങ്കര കരച്ചിൽ. അത് പോയിട്ട് അമ്മയോട് പറഞ്ഞു. മരുമോള് വന്നിട്ട്, അമ്മ ഈ കൊച്ചിനെ അടിച്ചെന്തിനാ? അടുത്ത് സംഭവം തുടങ്ങിയത് ചായയുടെ കപ്പ് അവിടെ ഇരുന്നതിൽ നിന്ന് എന്തോരം അത് പടർന്ന് പിടിച്ചു നോക്കി. അമ്മ എപ്പോഴും ഈ പിള്ളേരെ ഇങ്ങനെ അടിക്കും. അമ്മ പിന്നെ മരുമോളും അമ്മായിയമ്മയും, അത് ബൈബിളിലേ പറഞ്ഞിട്ടുള്ളതാണ്. മരുമോളും അമ്മായിയും തമ്മിൽ ഭിന്നത ഞാനുണ്ടാക്കുന്നു. ഇപ്പം എന്തുകൊണ്ട് അവിടെ ദേഷ്യമുണ്ടായി? കുർബാന സ്വീകരിച്ചു, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വന്ന ആൾ ഇനി ദേഷ്യപ്പെടില്ല എന്ന് വളരെ ബോധ്യത്തിൽ വന്ന ആൾ പെട്ടെന്ന് ദേഷ്യം വന്നു. കൊച്ചുകുട്ടികൾ വരെ പറയാറുണ്ട്. ഒരു കൊച്ചു പറയാണ്, എനിക്ക് ആ ദേഷ്യം അങ്ങ് വരുമ്പോൾ പിന്നെ ഒരു കൺട്രോളും കിട്ടണില്ല. ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമാണോ? നമുക്കും അങ്ങനെ എൻ്റെ അല്ലേ? ഞാനൊക്കെ ദേഷ്യം കയറിയിട്ട് ആ സെൻട്രൽ ടേബിൾ എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സംഭവിക്കണമെന്നറിയല്ലോ, നിമിഷം കൊണ്ട് സംഭവം കഴിഞ്ഞു. ഗ്ലാസിൻ്റെ ടീപ്പോയി എടുത്ത് വലിച്ചൊരേറും. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കർത്താവ് എത്ര രൂപയുടെ ടേബിളാണ് പോയല്ലോ. ഇതൊന്നും ആ നേരത്ത് നമുക്ക് പിടികിട്ടില്ല. അപ്പം ഇതെന്തുകൊണ്ടാണ്? ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്തു പോകുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല. പിന്നെ ആരാ? എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മ ഉണ്ടെന്ന് എന്നൊരു തത്വം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഐ ഹാവ് ഡിസ്കവേർഡ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഇൻ മീ ദർ ഈസ് സിൻ വിച്ച് മേക്ക് മീ. अതാണ് ये मेरा अनुभव है जो मैं भलाई करना चाहता हूँ परंतु कर डालता हूँ बुराई. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമാണോ അല്ലയോ? ഇനി മനസ്സിലാക്ക്, അത് നമ്മുടെ കുറ്റമല്ല. ഒരുപക്ഷെ കുറ്റം ഇതാണ്, അതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയില്ല ഇതുവരെയ്ക്കുന്നുള്ളത്. എന്നിട്ട് തുടർന്ന് പൗലോസ്ലീഹ പറയാണ്, എൻ്റെ അന്തരംഗത്തിൽ മനുഷ്യവും, ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ. ഒന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ എത്ര
ചുമ്മാ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ അവസ്ഥയായിട്ടൊന്ന് ചിന്തിച്ച് പറഞ്ഞേ. ആണോ? ഈ ഒരു അവസ്ഥ ഉണ്ടോ? നമുക്ക് ഉണ്ടോ? നമ്മളുടെ അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ എത്ര കൺട്രോൾ ചെയ്തിട്ടും പറ്റാത്ത ഒരു കാര്യം, എത്ര ധ്യാനം കൂറിയിട്ടും മാറാത്തൊരു കാര്യം, എത്ര പ്രാവശ്യം പറഞ്ഞു സംസാരിച്ചിട്ടും പോകാത്തൊരു കാര്യം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്ന് പറഞ്ഞേ, ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? ഉത്തരവെന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ആദ്യകാലങ്ങളിൽ ഒരു പാട്ടുണ്ടാകും, മേമയ്ക്കൊക്കെ അറിയാം, അവരുടെയൊക്കെ കരിസ്മാറ്റിക് കാലഘട്ടത്തിലുള്ളൊരു പാട്ടാണ്. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഇല്ലേ, എനിക്കാര് വിമോചനമേകും. പാടാമോ? സിസ്റ്ററിന് അറിയാമായിരിക്കും, ഇത് ചങ്ങനാശ്ശേരിയിലൊക്കെ പാടാറുള്ളതാണ്. മറന്നുപോയി. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നാൽ ഞാൻ പാടാം. നമുക്ക് ഉണ്ടാക്കി പാടിയാൽ പോരെ? സംഭവം വചനമാണ്, ഇല്ലേ? ഒന്ന് പാടിയേ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാര് വിമോചനമേകും, പരമേശു മഹേശൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. കറക്റ്റ്. ഒന്ന് പാടി എല്ലാവരും. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാര് വിമോചനമേകും, പരമേശു മഹേശൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. ഒന്ന് ശരിക്കും വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയായിട്ടൊന്നങ്ങ് ഹൃദയത്തിൽ നിന്ന് തുറന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥനയായിട്ടൊന്ന് പാടിയേ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാര് വിമോചനമേകും, പരമേശു മഹേശൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. അത് അവൻ്റെ ആ ബലഹീനത അവൻ വിചാരിച്ചാൽ മാറില്ല. ഇതിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അവനോട് കരുണയോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, മദ്യപാനിയായ കഞ്ചാവ് അടിക്കുന്ന ഒരു മകൻ, അമ്മ അവനെ ബഹളുണ്ടാക്കാണ്. പക്ഷേ അമ്മ മനസ്സിലാക്കണം, എടാ മോനെ, നിൻ്റെ ഈ ദുസ്വഭാവം നീ വിചാരിച്ചാൽ മാറില്ലടാ. ഇതെൻ്റെ അമ്മ തന്നെയാണോ പറയണേ? ഇത്രയും ദിവസവും അമ്മ ഇവനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാണ്, ഇത് നീ വിചാരിച്ചാൽ മാറില്ല. നിനക്കറിയോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂലോകഭാവം നീക്കുന്ന ദിവ്യചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാൻ നിന്റെ പാപവും കൂടി അന്ന് എടുത്തിട്ടുണ്ട്. ഇവനാകെ ഒരു ഷോക്ക് അടിച്ചു. ഇത് എന്തി പറയണത്? എൻ്റെ പാപം അന്ന് ഈശോ എടുത്തുന്നോ? അതെ. ഓ, എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ അവനവിടെ നിന്ന് മുട്ടുകുത്താൻ സാധ്യതയുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കും അവനത് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അവന് അത് ചെയ്യാൻ പറ്റില്ല. അവിടെ അവനിലുള്ള കർത്താവിൻ്റെ ആ കൃപ പ്രവഹിക്കാൻ തുടങ്ങി. അതാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എഫേസോസുകാർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം. എല്ലാവരും കരം ഉയർത്തുന്ന ഏറ്റുപറഞ്ഞ് അതിനെ തുടർന്നുള്ള ഭാഗം കൂടി വായിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തി, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. തുടർന്ന് അത് പ്രവൃത്തികളുടെ ഫലമല്ല. ഈ പൗലോസ് ഇത് പറയുമ്പോഴൊക്കെ മനസ്സിലാക്കണം, ഒരു വശം ഇത് ഫരിസേയർ കേൾക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഫരിസേയരും നിയമജ്ഞരും നീ പ്രവർത്തിക്കണം, നീ തന്നെ അധ്വാനിക്കണം,
നീ അധ്വാനിച്ചാലേ നിനക്ക് രക്ഷയുള്ളൂ. നീ പ്രവർത്തിക്കണം. നിനക്ക് അറിഞ്ഞൂടെ കൽപ്പനകൾ, അത് അനുസരിക്കാൻ നീ അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ചത് കൊണ്ട് ഇത് മാറില്ല. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കാം, ഞാൻ നിൻ്റെ ആ പാപം ഏറ്റെടുക്കാം. എൻ്റെ നുകം വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ നുകം എന്നൊക്കെ പറയണത് ഭയങ്കര അർത്ഥമാണ്. നുകം എന്ന് പറയുമ്പോൾ ഈ അതെ ആ നുകത്തിൻ്റെ അർത്ഥം വരണത്, ഈജിപ്തിൽ അടിമകളായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ടാസ്ക് മാസ്റ്റേഴ്സ് ഇവരെ വലിയ നുകം വെച്ചിട്ട് വലിയ കല്ല് ചുമപ്പിച്ചിരുന്നു. ആ അടിമത്വത്തിൻ്റെ നുകം, അതാണ് ആ 400 വർഷത്തെ അടിമത്വം, പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ ഒരു ചിഹ്നമാണ്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ആ അടിമത്വത്തിൽ നിന്നും അവരെ കർത്താവ് സ്വതന്ത്രമാക്കി. അതാരുടെ പ്രവൃത്തിയാണ്? അവരുടെ പ്രവൃത്തിയായിരുന്നോ? അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. എന്ന മാതിരി തന്നെയാണ് 400 സംവത്സരം എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ടും പൈതൃകമായിട്ടും പൂർവശാപമായിട്ടും ഒക്കെ എന്തുണ്ടെങ്കിലും അതെല്ലാം യേശു ക്രിസ്തു ഒറ്റ രാത്രി കൊണ്ട് മാറ്റി. ഒറ്റ രാത്രി കൊണ്ട് അത് മുഴുവനും യേശു ക്രിസ്തു മാറ്റി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇനി അതിനൊന്നും നമ്മളിൽ ഒരു സ്വാധീനമില്ല. ഇതങ്ങ് വിശ്വസിക്കുമ്പോൾ, എനിക്ക് പണ്ട് ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 30 സിഗരറ്റ് വലിക്കുമായിരുന്നു. പിള്ളേർ കേൾക്കണ്ട. ഇത് മാറ്റാൻ നോക്കിയിട്ട് ഒരു നിവൃത്തി ഉണ്ടായില്ല. എന്തെല്ലാം ചെയ്തു. ചിലർ പറഞ്ഞ് സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് തിന്ന്. അപ്പം ഞാൻ കുറേ ചോക്ലേറ്റും പോക്കറ്റിലിട്ടാൻ തുടങ്ങി. പിന്നെ എന്തായി, ചോക്ലേറ്റ് തിന്നിട്ടും സിഗരറ്റ് വലിക്കണമെന്നുള്ള ആഗ്രഹം പാറുന്നില്ല. അപ്പോൾ ചോക്ലേറ്റും വായിലിരിക്കും, സിഗരറ്റുമായി. ഇടയ്ക്ക് ഇച്ചിരി സ്കോച്ച് വിസ്കിയൊക്കെ കുടിക്കായിരുന്നു, അതും മാറുന്നില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് ഈ ബോധ്യമുണ്ടായി, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നും എനിക്ക് കൃത്യമായിട്ടങ്ങ് മനസ്സിലായി. ഒരു ദിവസം അന്ന് മുതൽ എനിക്ക് വലിക്കാനും പറ്റണില്ല, കുടിക്കാനും പറ്റണില്ല. പ്രൈസ് ദ ലോർഡ്. എനിക്ക് പറ്റണില്ലെന്നേ. അങ്ങനെ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ സിഗരറ്റ് എടുത്തിട്ട് എനിക്ക് ആ സിഗരറ്റിനോട് ഭയങ്കര ഒരു വെറുപ്പ് തരാൻ, ഇതൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞു. അത് അല്പം പോലും എനിക്ക് അതിനുമുമ്പ് വലിച്ച് ഇങ്ങനെ ഭയങ്കര ആനന്ദിച്ചിരുന്നു. പക്ഷേ ഒരാനന്ദവും ഒരാഗ്രഹവും ഇല്ല. 3 പാക്കറ്റ് സിഗരറ്റ് ഞെരിച്ച് ഞാൻ ഡസ്റ്റ്ബിന്നിലിട്ടു. അതിൽ പിന്നെ സിഗരറ്റ് തൊട്ടിട്ടില്ല. 25 അധികം വർഷമായി. അന്ന് രാത്രി ഒരു പാർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷീവാസ് റീഗൽ വിസ്കിയാണ് വിളമ്പണത്. ഷീവാസ് റീഗൽ കിട്ടിയാൽ ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് വേണമെങ്കിൽ കുടിക്കും. എനിക്കത് തന്നിട്ട് എനിക്ക് എൻ്റെ ചുണ്ടൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കതിന് ഇതൊന്നിനും കൊള്ളില്ല, എനിക്ക് അങ്ങ് അല്പം പോലും താല്പര്യമില്ല അത് കുടിക്കാൻ. അവരത്ഭുതപ്പെടും, എന്ത് പറ്റി സാറിന്? എനിക്കെന്തോ പറ്റി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആരാ പറ്റിച്ചത്? പരിശുദ്ധാത്മാവ്. ഇതാണ് വിശുദ്ധിയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു. സത്യം, എനിക്ക് അറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ആ അറിവ്, അതാണ് പൗലോസ് പല സ്ഥലത്ത് നിങ്ങൾക്കിത് അറിയില്ലേ? ഡു യു നോട്ട് നോ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ യു? യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നിനക്കിത് അറിയില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ, എല്ലാവരും ഒന്ന് കരം ഉയർത്തിയേറ്റ് പറഞ്ഞ്, നിനക്കിത് അറിയില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ആ പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയുടെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മൾ വിശുദ്ധിയിലേക്ക് പടിപടിയായി വരിക. ആ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്തെല്ലാം തരത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി 1000 തരത്തിൽ, പിന്നെ തോന്നി 1000 അല്ല 10,000 തരത്തിൽ, പിന്നെ തോന്നി അല്ലല്ലോ 10,000 അല്ല 1,000,000 തരത്തിൽ, പിന്നെ തോന്നി ലോകത്തിൽ എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും കോടി തരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പോപ്പ് ബെനഡിക്റ്റ് പറഞ്ഞത്. എന്താണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന്? എത്ര മാർഗങ്ങളുണ്ട്. പോപ്പ് ബെനഡിക്റ്റ് പറയുകയാണ്, എത്ര കോടി ജനങ്ങളുണ്ടോ ആ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് വ്യത്യസ്ത രീതിയിൽ നയിക്കുന്നു. അത്രയ്ക്ക് വിപുലമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി. അതുപോലെ ജനറസ് ആണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഫരിസേയർ നിയമജ്ഞരോ അവർ പരിശുദ്ധാത്മാവിനെതിരായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് വായിച്ചു, അവരാണ് ഈശോ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുന്നത്. അതായത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ആ കാലഘട്ടത്തിൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണത്. മനസ്സിലാക്കൽ, ആലോചന, അണ്ടർസ്റ്റാൻഡിങ് അത് കൊടുത്തിട്ടില്ല. അവർ പരിശുദ്ധാത്മാവിനെ എതിര് പറഞ്ഞപ്പോൾ ഈശോ പറയാണ്, കേട്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകാവുന്നത്, എന്താണ് ആ പാപം? പരിശുദ്ധാത്മാവിന് നിങ്ങൾ എനിക്ക് ദൈവപുത്രനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ക്ഷമിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെതിരായിട്ട് തിന്മ ചെയ്താൽ അത് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയണതിൻ്റെ അർത്ഥം, പരിശുദ്ധ പിതാവ് ജോൺ പോൾ II പഠിപ്പിക്കുന്നത് ഇതാണ്. ഡോമിനോം വിഫിഫിക്കാൻഡം എന്ന ചാക്രിയ ലേഖനത്തിലാണ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് എഴുതിയിട്ടുള്ളത്. ഇതാണ് പരിശുദ്ധാത്മാവാണ് ഈ രക്ഷാകര എക്കോണമി എന്ന് പറഞ്ഞാൽ, എക്കോണമിയുടെ മുഖ്യ കാര്യസ്ഥൻ. എക്കോണമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഷൻ കടയിൽ അരി വിതരണം ചെയ്യുന്നു, അതിനാണ് അരി വിതരണം ചെയ്തതിൻ്റെ എക്കോണമി. പെട്രോൾ പമ്പിൽ പോയാൽ പെട്രോൾ കിട്ടുന്നു ഇല്ലേ? അതായത് ഭാരതത്തിലും എല്ലാ രാജ്യങ്ങളിലും പെട്രോൾ വിതരണം ചെയ്യുന്നതിൻ്റെ വ്യവസ്ഥ, അതിനാണ് എക്കോണമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. എന്ന മാതിരി ഒരു പദമാണ് എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, ഈ യേശുക്രിസ്തു നേടിയെടുത്ത രക്ഷ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു വ്യവസ്ഥ, അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പൈപ്പ് ലൈൻ, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പെട്രോൾ പമ്പ്, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ റേഷൻ കട. ആ പരിശുദ്ധാത്മാവ് വിവിധ തരത്തിലുള്ള കടകൾ തുറന്നിട്ടുണ്ട്. എന്താണ്? വിശുദ്ധ കുർബാന എന്ന കൂദാശ, അല്ലെങ്കിൽ 7 കൂദാശകളിലൂടെ, അതുകൂടാണ്ട് നിരവധി പ്രവർത്തനങ്ങളിലൂടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിരവധി പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടണം, അവനിലേക്ക് ഈ രക്ഷ എത്തണം. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇത് ചെയ്യാൻ പറ്റണില്ല.
ഇപ്പം നിങ്ങൾക്ക് ഒരാൾ ഒരു 10,000 രൂപ കൊണ്ട് വരികയാണ്, പക്ഷേ നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ട്, അവനെ ഞാൻ വീട്ടിൽ കയറ്റില്ല, അവനെ വീട്ടിൽ കയറ്റേണ്ട പ്രശ്നമില്ല. ഇപ്പം എന്താ, അവനെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ആർക്കാ നഷ്ടം? അവൻ്റെ കയ്യിൽ ഒരാൾ 10,000 രൂപ ഗിഫ്റ്റ് കൊടുത്തു വിട്ടിരിക്കുക. ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടുമോ? കിട്ടില്ല. എന്ന പോലെ പരിശുദ്ധാത്മാവായ വാഹകനിലൂടെയാണ് ഈ രക്ഷയുടെ എല്ലാം നമ്മളിലേക്ക് ഒഴുകുന്നത്. പാപബോധമുണ്ടാകുന്നത്, പശ്ചാത്താപമുണ്ടാകുന്നത്, പാപം ക്ഷമിക്കുന്നത്, ആ ക്ഷമിച്ച പാപത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ പരിശുദ്ധാത്മാവിനോട് എതിർ നിൽക്കുമ്പോൾ ആ രക്ഷാകര പ്രവൃത്തി പരിശുദ്ധാത്മാവിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് ഇത് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ സിൻ അല്ല, ഒരു പ്രത്യേക പാപമല്ല. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം മനസ്സിലാകാതെ അതിനെതിരെ നിൽക്കുന്നു. അതാണ് ഫരിസേയ സ്വഭാവം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു. നീയാണ് രക്ഷാകര പദ്ധതിയുടെ കാതലായ കാര്യസ്ഥൻ എന്നാണ് പറയുന്നത്. ഹീ ഈസ് ദ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഓഫ് ദ മിഷൻ എന്നൊക്കെ ജോൺ പോൾ രണ്ടാമൻ പറയുന്നുണ്ട്. ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു. നിൻ്റെ പ്രവർത്തനം, നിൻ്റെ പ്രാർത്ഥന എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നെല്ലാവരും ഉച്ചസ്വരത്തിൽ ഭാഷാവരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലുള്ള തെറ്റായ ധാരണകളെല്ലാം മാറ്റി ദൈവിക ജ്ഞാനം നിറയ്ക്കണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് വെളിപ്പെടുത്തും. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാർത്ഥിക്കുന്നു. റൂഹ 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 ലബാഖി 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 ലബാഖി. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പുതുബോധ്യങ്ങൾ നൽകണമേ, ഞങ്ങളിൽ പ്രകാശം പരത്തണമേ, ഞങ്ങളിൽ വെളിച്ചം പകരണമേ. ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരവും അകലും വെളിച്ചം പകരണമേ. വെളിച്ചമുണ്ടാകട്ടെ, പ്രകാശമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയിലും ബോധ്യത്തിലും പ്രകാശമുണ്ടാകട്ടെ, പ്രകാശമുണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമ്മൾ അന്ധകാരത്തിനോട് പോകാൻ പറയണോ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയണോ? ഏതാ നല്ലത്? പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ വന്നൊരു ആശയമാണ്. നമ്മൾ പിശാചിനോട് പോകാൻ പറയണതിൽ നല്ലത് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പിശാച് തന്നെ പോവും. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. നമുക്കിനി 1 മണി വരെ ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ കൂടുതൽ കുടിച്ച് ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് കസരത്ത് എടുത്ത് ഒന്ന് ഇച്ചിരി ഒരു മൂവ്മെൻ്റൊക്കെ നടത്തിയിട്ട് വായോ വേഗം. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, 15 മിനിറ്റ്സ് ബ്രേക്ക്.